മറിയമൊരു കീർത്തനം, മറിയമൊരു കീർത്തനം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താ. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ പരിസമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോടെപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹവുമുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ഒന്നാം വായന. ഇടയൻ തൻ്റെ ആടുകളെ മേയിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രയേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകിടികളിൽ ഞാൻ അവയെ മേയ്ക്കും.
ഇസ്രയേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രയേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ ഇവയെ പോറ്റും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങേ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. രണ്ടാം വായന. നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അലലൂയ, അലലൂയ. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അലലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അക്കാലത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ആദ്യമായപ്പവും വീഞ്ഞും ബലി ചെയ്ത് മെൽക്കീസേദെക്കിന്റെ
യാഗവുമാ നാഥൻ്റെ അന്തിമ പൂജനനാളിൽ ദിവ്യയാഗം ഞങ്ങളർപ്പിക്കയാ ആദ്യമായപ്പവും വീഞ്ഞും ബലി ചെയ്ത് മെൽക്കീസേദെക്കിൻ്റെ യാഗവുമാ നാഥൻ്റെ അന്തിമ പൂജനനാളിൽ ദിവ്യയാഗം ഞങ്ങളർപ്പിക്കയാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മൗലിക തിരുസന്നിധിയുമായി അങ്ങേക്കരയിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങൾ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ അനുഗ്രഹീത്. ഉന്നതങ്ങൾ ഹോസാന. കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പയോടും ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യ ജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തരായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമയോടെ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് എല്ലാ തിന്മയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരു ശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമലോത്ഭവയാം കന്യകയെ രക്ഷകനേശുവിനംബികയെ ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ നിന്നവളെ. അമലോത്ഭവയാം കന്യകയെ രക്ഷകനേശുവിനംബികയെ ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ നിന്നവളെ. അമലോത്ഭവയാ മാതാവേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ജപമാലയാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാനുണ്ടാകും. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ഏറ്റവും ആദ്യം അമ്മയുടെ ജപമാല എടുക്കും. ജപമാല കൈ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന പോലെയാണ് കുഞ്ഞുനാൾ മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഒരു ജപമാല മലയാളത്തിൽ പങ്കുവെച്ച് തുടങ്ങിയ ഈ ഒരു മിഷൻ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ മുന്നുള്ള വീഡിയോകളിലൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മ എൻ്റെയും കൂടി അമ്മയാണ്. പരിശുദ്ധ അമ്മയെ നോക്കി അമ്മയെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായി വ്യക്തമായ ഒരു കാരണമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാരണം. ഓർമ്മ വെച്ച നാളെ മുതൽ പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കരുതിയിട്ടുള്ളത്. എൻ്റെ എല്ലാമാണ് പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് എനിക്ക് ഒരിക്കൽ പോലും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഞാൻ അപ്പോൾ കരയും. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോഴും. എനിക്ക് പറഞ്ഞറിയിക്കാനും അറിയില്ല. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ, എൻ്റെ കുഞ്ഞീശോയെ, എൻ്റെ അപ്പയെ, വിശുദ്ധ ഔസേപ്പെന്ന് നിങ്ങളെല്ലാവരും വിളിക്കുന്ന എൻ്റെ അപ്പയെ എത്രത്തോളം അവരെ സ്നേഹിച്ചു എന്ന് എനിക്കറിയില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ എല്ലാമാണ് എൻ്റെ ഈശോ, എൻ്റെ പരിശുദ്ധ അമ്മ, എൻ്റെ അപ്പ. ഇവരുടെ കൂടെയാണ് ഞാൻ വളർന്നത്. ഇവരുടെ കൂടെ എനിക്കൊരുപാട് വിശുദ്ധരുമായ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഡൊമിനിക് സാവിയോയും മരിയ കുരേറ്റിയും കൊച്ചു ത്രേസ്യ പുണ്യമതിയും ഒക്കെ ഇനിയുണ്ട്. ഒരുപാട് പേര് ഇനിയുണ്ട്. പിന്നെ പ്രായം വളരുന്നതനുസരിച്ച് വലിയ വിശുദ്ധരും കൂടെ വന്നു. സെൻറ്റ് അഗസ്റ്റിനും അതുപോലെ സെയിൻറ്റ് ആൻ്റണിയും സെയിൻറ്റ് തോമസ് മോറും അങ്ങനെ പേര് പറഞ്ഞാൽ തീരാത്തത്രയും വിശുദ്ധർ. ബ്ലെസ്ഡ് കാർലോസ് അക്യൂട്ടിസ് അടക്കം. സാൻറ്റോ എന്ന് പറയുന്ന മിഷനെ നിങ്ങളെന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ബ്ലെസ്ഡ് കാർലോസ് അക്യൂട്ടിസ് എന്ന
കുട്ടി വിശുദ്ധനും കൂടിയാണ്. ഇങ്ങനെ ചേർത്ത് വെച്ച് പറയാൻ ഒത്തിരി കഥകളുണ്ട് സാന്റോ മിഷൻ്റെ യാത്രയിൽ. കണ്ണുനീര് തുടക്കാതെ തന്നെ ഇത് ഞാൻ പറയുകയാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, എനിക്ക് അറിയില്ല ഇതൊന്നും പറയാൻ. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ഈശോ ആരായിരുന്നു എന്ന്, പരിശുദ്ധ കുർബാന എന്തായിരുന്നു എന്ന്, പരിശുദ്ധ ജപമാല എന്തായിരുന്നു എന്ന് എനിക്ക് ലോകത്തോട് പറയണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മനസ്സിൽ അമ്മ കുഞ്ഞുനാൾ മുതലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ 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 പേജുകളായിട്ട് എഴുതി വെച്ചാൽ പോലും ഒത്തിരി ഉണ്ട് പറയാൻ. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കണം. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ടാവും ഇതുപോലെ ഓർമ്മകൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കുഞ്ഞീശോയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച്, വ്യക്തിപരമായ ഒരു ദൈവ അനുഭവമുള്ളവർക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥയുണ്ടാകും ലോകത്തോട് പറയാൻ. നമ്മളിനി എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ പങ്കുവയ്ക്കാൻ ധൈര്യപ്പെടണം എന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മ ഓരോ പ്രാർത്ഥനയിലും ഓരോ സ്വപ്നത്തിലൂടെയും അമ്മ അതുതന്നെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ധൈര്യം ആർജിക്കുകയാണ് സംസാരിക്കാനായിട്ട്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു മുതിർന്ന ഒരാൾ, 41 വയസ്സുകാരനായ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ കരയുക എന്ന് പറഞ്ഞാൽ എന്ത് മോശമാണ് എന്നൊക്കെ തോന്നാം. ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ജീവിതത്തിൽ വളരെ പേഴ്സണലാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അനുഭവിച്ച ഈ ദൈവാനുഭവത്തെ, ഏറ്റവും നിഷ്കളങ്കമായ ദൈവാനുഭവത്തെ ലോകത്തേക്ക് പങ്കുവയ്ക്കാനായിട്ടാണ് സാന്റോ കാത്തലിക് മിഷനിലൂടെ ഞാൻ ഒരുങ്ങിയത്. അതെനിക്ക് ജപമാലയിലൂടെ ആയിരുന്നു എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളത്. 50ഓളം ഭാഷകളിൽ ജപമാലകൾ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകത്തെ മുഴുവൻ ജപമാല ചൊല്ലിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ ഒരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ മിഷൻ ഇന്ന് 12ഓളം ഭാഷകളിലായിട്ട് 10,000-ലധികം ജപമാലകൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഏകദേശം 60 മില്യൺ, അതായത് 6 കോടിയിലധികം ജപമാലകൾ ലോകം ചൊല്ലാനായിട്ടിടയായ ഒരു ചെറിയ മിഷനാണ് സാന്റോ. ഒരു ഫേസ്ബുക്ക് പേജോ ഒരു ഷെയറിങ്ങോ ഒരു മാർക്കറ്റിങ്ങോ ഒന്നുമില്ലാതെ പരിശുദ്ധം ഒരു വലിയ ദൗത്യത്തിന് വിട്ട ഒരു ചെറിയ കുട്ടിയാണ് ഞാൻ. ഇങ്ങനെ പറയാനായിട്ട് ഒരുപാടുണ്ട് എനിക്ക്, പക്ഷേ ധൈര്യം വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ധൈര്യം ആർജിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സാന്റോ മിഷനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും സാന്റോ മിഷന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ സമർപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് നിരവധി ആളുകൾ നിരവധി ഭാഷകളിൽ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സാന്റോ മിഷൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 60 മാസങ്ങളായിട്ടുള്ള അധ്വാനമാണ്, 30-ലധികം വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്വപ്നമാണ് സാന്റോയിലൂടെ ഞാൻ പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവൻ സകല സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്ന ഒരു മാധ്യമം. ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷയിലൊക്കെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്ന ഒരു മാധ്യമം ഒരുക്കിയെടുക്കുക. ഈ ഒരു വലിയ സ്വപ്നമാണ് സാന്റോ മിഷനിലൂടെ പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് കത്തോലിക്ക പ്രാർത്ഥന ആപ്പിലൂടെ നിരവധി ഭാഷകളിൽ പ്രാർത്ഥനകൾ ഇപ്പോഴേ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ നമുക്ക് ലൈവ് ശുശ്രൂഷകൾ കൊണ്ടുവരാനുണ്ട്, ധ്യാനങ്ങൾ കൊണ്ടുവരാനുണ്ട്, കൂടുതൽ ഗാനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും അതിനൊരുങ്ങിയിട്ടിരിക്കുന്നു. അതിൻ്റെ മനോഹരമായൊരു ഒരു യൂസർ എക്സ്പീരിയൻസ് ഒരുക്കിയെടുക്കാനുണ്ട്. അതൊരുക്കിയെടുക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ വലിയൊരു ടെക്നിക്കൽ ടീമിനെ, അതുപോലെ തന്നെ ഒരു മീഡിയ ടീമിനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വം കൂടിയാണ്. ദയവേത് ഞങ്ങളോടൊപ്പം
നിങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ സാൻഡോ കാത്തലിക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടോ നിങ്ങളാൽ ആവും വിധം ഒരു ചെറിയ സപ്പോർട്ട് ഈ ഒരു മിഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ഷാജി തുമ്പേച്ചരടച്ചൻ പറയുന്നത് പോലെ അതൊരു വലിയ കൈത്താങ്ങാണ്. സാൻഡോയ്ക്ക് ഇന്ന് അങ്ങനെ ഒരു കൈത്താങ് ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ യാത്ര പലവിധമുണ്ട്, ഇനിയും ഒരുപാടധികം ഒരുങ്ങേണ്ടിയിരിക്കും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ ഒരു ചെറിയ മിഷനെ കൂടി ഓർമ്മിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ലോകം മുഴുവൻ പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഹൃദയത്തിൽ മാത്രമുള്ളതല്ല, എന്നെ കേൾക്കുന്ന ഓരോരുത്തരിലുമുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉള്ള കഥകൾ ലോകത്തിന് മുമ്പിലേക്ക് പങ്കുവയ്ക്കാനായിട്ട്, ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ വിവിധ ഭാഷകളിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരിടം കൂടിയാക്കി എടുക്കാനാണ് സാൻഡോ മിഷനിൽ ടെസ്റ്റിമോണി സീരീസ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, നേരിട്ട് എന്നോട് സംസാരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, ധൈര്യപ്പെടുത്താം. ഈ ഒരു വലിയ ജേണിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് തുടങ്ങുക. ഞങ്ങളുടെ ഈ ഒരു ചെറിയ മിഷനെ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.